അങ്ങനെ നമ്മളന്ന് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. അപ്പൊ ഇത്രയും നാളും നമ്മൾ ലിവിങ് ടുഗദർ ആയിരുന്നോ? പക്ഷെ ഇപ്പോഴത്തെ മെയിൻ ടോപ്പിക് അതല്ല. കാലങ്ങളായി ഒരു ഉപകാരം ഇല്ലാതിരുന്ന എന്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ് ഇന്നത്തെ താരം. CBSE ആയിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം മടൽ സർട്ടിഫിക്കറ്റ് ആണ് എനിക്കുള്ളത്. അതുകൊണ്ട് വേറെ ഫയലിന്റെ ആവശ്യം ഇല്ല. എല്ലാ ഡോക്യുമെന്റ്സും ഇതിനകത്ത് തന്നെ കൊടുക്കും. ഞാനൊരു പഠിപ്പിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇന്ന് എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളിന്റെ 10ാം ക്ലാസ്സിന്റെയും +2ന്റെയും A+ വാങ്ങി കൂട്ടിയതിന്റെ പുരസ്കാരങ്ങളാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. മാരേജ് രജിസ്ട്രേഷന് A+ന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നമ്മൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒടുക്കത്തെ മഴ തുടങ്ങി. മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെയും പൊക്കോണ്ടേയിരുന്നു. പക്ഷെ മഴ ഒരു രക്ഷയും ഇല്ലായിരുന്നു, കൂടി വന്ന്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ കഫേയിലെത്തി. നമ്മുടെ ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇതിനെക്കുറിച്ച് ധാരണയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കഫേയിലിരുന്ന ചേച്ചി പറഞ്ഞു ഇതിൽ കൗൺസിലറിന്റെ ഒപ്പില്ലാണ്ട് നമ്മളെ കല്യാണം കഴിപ്പിക്കില്ലാന്ന്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. ഇനി റെയിൻ അലേർട്ട് ആയാലും ഫ്ലഡ് അലേർട്ട് ആയാലും ഇന്ന് രജിസ്റ്റർ ചെയ്യാതെ തിരിച്ചൊരു പോക്കില്ല എന്ന് നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കോർപ്പറേഷൻ ഓഫീസിലെത്തി കൗൺസിലറിനെയും കണ്ടുപിടിച്ച് സൈനും വാങ്ങി. കോഴിക്കോട് ബീച്ചിന്റെ തൊട്ടടുത്താണ് കോർപ്പറേഷൻ ഓഫീസ് ഉള്ളത്. കിട്ടിയ അങ്ങനെ ഭർത്താവും ഭാര്യയുമായ സന്തോഷം നമ്മൾ ബീച്ചിൽ പോയിരുന്ന് പങ്കുവെച്ചിട്ട് വീട്ടിലേക്ക് വിട്ടു.